ജീവിതത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കാം. പല പ്രശ്നങ്ങളും നിരാശകളും ആശങ്കകളും ഉണ്ടാകാം. അതിൽ നിന്ന് കരുത്തോടെ മുന്നോട്ടു പോകാൻ ഒരു വഴികാട്ടി വേണം. ബുദ്ധൻ്റെ അഷ്ടാംഗിക മാർഗം ജീവിതത്തിൽ സമാധാനവും കരുത്തും സന്തോഷവും നൽകുന്നു. അതിൽ ഒന്നാമത്തേതാണ് റൈറ്റ് വ്യൂ. അതായത് ജീവിതത്തിൽ ദുഃഖം സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക. പ്രശ്നത്തെ ശിക്ഷയായി കാണാതെ പാഠമായി കാണുക. ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് എല്ലാ ദിവസവും ചോദിക്കുക. നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നേരിട്ട 3 ചെറിയ പ്രശ്നങ്ങൾ കുറിക്കുക. അവയിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് എഴുതുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ സ്വാർത്ഥതയും കോപവും വിട്ട് കരുണയും സ്നേഹവും വളർത്തുക. ഓരോ ദിവസവും മറ്റുള്ളവർക്ക് നല്ലത് വരട്ടെ എന്ന് ആശിക്കുക. അവിടെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുന്ന കാര്യം പ്രതിദിനം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരാളെ ഓർക്കുക, അവർക്കായി നല്ലൊരു പ്രാർത്ഥന ചൊല്ലുക. അടുത്തതായിട്ട് റൈറ്റ് സ്പീച്ച്, അതായത് അസത്യവും അപകീർത്തിയും ഒഴിവാക്കുക. വാക്കുകൾ കൊണ്ട് സന്തോഷം വിതറുക. എൻ്റെ വാക്കുകൾ ഇന്നൊരാളെ സന്തോഷിപ്പിച്ചോ എന്ന് സ്വയം ചോദിക്കുക. ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്നൊരാൾക്ക് നന്ദി പറയുക, അതും സത്യസന്ധമായി പറയുക. ഇനി വരുന്നതാണ് റൈറ്റ് ആക്ഷൻ. ശരിയായ പ്രവൃത്തികളാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ജീവഹിംസയും അന്യായവും ഒഴിവാക്കുക. എൻ്റെ പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷകരമാണോ എന്നും പരിശോധിക്കുക. ഇവിടെ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തി ചെയ്യുക. ഉദാഹരണം സഹായം, ചെറിയൊരു ചിരി, ഒരാളെ കേൾക്കുക, അങ്ങനെയൊക്കെ. അടുത്തതാണ് റൈറ്റ് ലൈവ്ലിഹുഡ്. അതായത് തൊഴിൽ സമ്പാദനത്തിനായി മാത്രമല്ല സമൂഹത്തിന് ഗുണം ചെയ്യാനുമാകണം എന്നുള്ളതാണ്. അന്യായമില്ലാത്ത ചതിയില്ലാത്ത മാർഗമാണ് നല്ലത്. ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ജോലി ലോകത്തിന് എന്താണ് സംഭാവന ചെയ്യുന്നത് എന്ന് എഴുതി നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി വരുന്നത് റൈറ്റ് എഫേർട്ട്. ദോഷകരമായ ചിന്തകളെ തടയുക, നല്ല ശീലങ്ങൾ വളർത്തുക, പുരോഗതിയെ ചെറിയ ചുവടുകളായി കാണുക. അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്നൊരു മോശം ശീലം കുറയ്ക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ കോപം കുറയ്ക്കുക, നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുക, അങ്ങനെയൊക്കെ. അടുത്തതാണ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്. അതായത് ഭൂതകാലത്തിൽ കുടുങ്ങാതെ ഭാവിയിൽ ആശങ്കപ്പെടാതെ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മുഴുവൻ അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ വെറുതെ കുടിക്കുക. ഫോൺ നോക്കരുത്, വേറെ ആലോചനകളൊന്നും പാടില്ല. അതിങ്ങനെ ഓരോ കവിളും നമ്മൾ കുടിക്കുമ്പോൾ അത് രുചിച്ച് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തിന് നമ്മൾ പാലിക്കേണ്ടത് റൈറ്റ് കോൺസെൻട്രേഷനാണ്. അതിനായിട്ട് ധ്യാനം മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സഹായിക്കും എന്നതാണ്. ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധ കൊടുക്കുക. അപ്പം പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 8 മാർഗങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ നമുക്ക് വിഷമത്തെ അതിജീവിക്കാൻ സാധിക്കും, മനസ്സിന് സമാധാനം ലഭിക്കും, ജീവിതം അർത്ഥവത്താകും. ഓർക്കുക, സന്തോഷം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നീ ഇപ്പോൾ തുടങ്ങുന്ന ചെറിയ ചുവടുകൾ ഭാവിയിൽ വലിയൊരു പ്രകാശമായി മാറും.